എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതാ നമ്മൾ എടുത്തേക്കുന്ന മീൻ ഇതാണ്. മത്തി പോലുള്ള ഒരു മീൻ തന്നെയാണ്. എന്നാൽ മത്തി അല്ല, ഇത് മത്തി പോലെയുള്ള മീനാണ്. അപ്പം ഇതിന് നിങ്ങൾക്ക് മത്തി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. മത്തിയാണ് കുറച്ചുകൂടി ടേസ്റ്റി. ഇപ്പം ഇതും മത്തി പോലുള്ള ഒരു മീനാണ്. വട്ടമത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മീൻ വറക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ വരഞ്ഞ് വെക്കണം. പിന്നെ അതിന് നമ്മൾ ചേർക്കുന്ന ചേരുവകളാണ് ഇതൊക്കെ. പുളിയില, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കാന്താരി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ചേർക്കേണ്ട ചേരുവകൾ. അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുവാണ്. ഒരു ചെറിയ പേസ്റ്റ് പോലെ നമുക്കന്ന് അരച്ചെടുക്കാം. പിന്നെ ദാണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ കാന്താരി നിങ്ങൾക്ക് എരിവിനനുസരിച്ച്, എരിവ് കുറവുള്ളവർക്ക് അതനുസരിച്ച് ചേർത്താൽ മതി. നമ്മൾ കാന്താരിയും ചേർത്തു. പിന്നെ നമുക്കിനി അതിലേക്ക് ബാക്കി പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും അതൊരു 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ അത്രയും ചേർത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്ന കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് അരയുമ്പം ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ വരും. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീനിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. നമ്മൾ പുരട്ടി, അതായത് മീൻ നമ്മൾ പുരട്ടി വയ്ക്കുവാണിത്. നമ്മളല്ലാതെ മസാലയൊക്കെ ഇടുന്ന പോലെ ഈ അരപ്പ് ഇതിലേക്ക് പുരട്ടി വയ്ക്കുക. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഈ വരഞ്ഞ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ, കാരണം അതിൻ്റെ ഉള്ളിലേക്കും കൂടെ മസാല കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വരഞ്ഞ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അരപ്പ് ഫുള്ള് ഈ മീനിലേക്ക് നമുക്ക് പുരട്ടി വയ്ക്കാം. ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് വരഞ്ഞു കൊടുത്തേക്കുന്ന അവിടെ എല്ലാം മസാല പിടിക്കണം. കണ്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യുന്നത്, വാഴയിലയിലാണ് നമ്മളിത് പൊള്ളിച്ചെടുക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ച പോലെ നെത്തോലി അട ചെയ്ത അതേ പ്രോസസ്സാണ്. അപ്പോൾ ആ വാഴയിലയിൽ ഞാൻ കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ തൂത്ത് തടവി വെച്ചേക്കുന്നതാണ് ആ വാഴയില. അതിലേക്ക് ഓരോ മീനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇതുപോലൊരു പാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഈ വാഴയിലയിൽ ഈ മീൻ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ചിട്ട് വേണം ഇത് വെക്കാൻ. അതിൻ്റെ മേലെ ഇതേപോലൊരു വാഴയില വെച്ച് നമ്മൾ നേരത്തെ നെത്തോലി ചെയ്ത് അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഇലയും വെച്ചു. ഇനി ഒരു ചെറിയൊരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്താൽ ഇരിക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ്, എന്നാലേ നമുക്കത് അട കറക്റ്റ് ഇതിൽ വരത്തുള്ളൂ. ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ചേക്കുന്നത്. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതങ്ങ് അമർന്ന് ഇരുന്നോളും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് കിട്ടും. ഇനി നമുക്കതൊന്ന് ഇടയ്ക്കൊന്ന് നോക്കാം. കൈ സൂക്ഷിച്ച് വെച്ചിട്ട് നോക്കണം, അല്ലെങ്കിൽ പൊള്ളിപ്പ്. ഇതേപോലെ അരപ്പ് വരുമ്പം ഈ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ, അപ്പം വെന്ത് വരുന്നതാണത്. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിലേ നമുക്ക് തിരിച്ചിടാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ അടിയിലിങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എന്നും നമ്മൾ സാധാ വറുത്തെടുക്കുന്ന പോലെ എണ്ണയിലിട്ട് വറക്കണ്ട.
ഇതാ ഇപ്പോൾ ആ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൂക്ഷിച്ചതൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ട് ഇപ്പോൾ അടിഭാഗം ആണ് ഇനി വെന്ത് കിട്ടാനുള്ളത്. അപ്പോൾ മേൽഭാഗം നമുക്ക് കുറച്ച് പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ പാത്രം എടുത്ത് വയ്ക്കുക, വെയിറ്റ്. അപ്പോഴേ നമുക്ക് പ്രസ്സായിട്ട് അടിഭാഗം കൂടെ നമുക്ക് പൊള്ളി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം ഒന്നും കൂടെ. ഇതേപോലെ പൊള്ളി വന്നിട്ടുണ്ട്. നമുക്ക് അതിനിടയ്ക്ക് ഇതൊന്ന് ഒരിച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ മീൻ അരപ്പ് നമ്മൾ ഇട്ട് ടൈമുണ്ടല്ലോ, നമ്മൾ മീനിനകത്ത് ഈ അരപ്പെല്ലാം കൂടി ചേർത്ത് പുരട്ടി വന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ അന്നേരം അങ്ങനെ കൊടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലയൊന്ന് കരിഞ്ഞു പോവാതൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മീൻ പുരട്ടുന്ന സമയത്തും വെളിച്ചെണ്ണ ചേർക്കുക. നമ്മൾ നെത്തോലി അട വെക്കുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്തത്. നമുക്കപ്പോൾ എണ്ണ ഒഴിച്ചത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്, കാരണം ഇതേപോലെ ഇങ്ങനെ പൊള്ളി വന്നിട്ടുണ്ട്. ഇതിന് വേറൊരു ടേസ്റ്റാണ്, നമ്മളെന്നും വറുത്ത് കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.